നമസ്കാരം. കുട്ടികൾക്ക് കേക്ക് കൊടുക്കരുത്, ഐസ്ക്രീം കൊടുക്കരുത്, പുഡിംഗ് കൊടുക്കരുത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും പിന്നെ ഞങ്ങൾ എന്ത് കൊടുക്കും മാഡം എന്ന് അപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോ. തീർച്ചയായും കുട്ടികൾക്ക് കൊടുക്കാം. ഹെൽത്തി ആയിട്ടുള്ള കേക്കും ഹെൽത്തി ആയിട്ടുള്ള ഐസ്ക്രീമും പുഡിങ്ങും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ, കാണും. നേരത്തെ കണ്ടല്ലോ. നേരത്തെ നമ്മൾ കഴിഞ്ഞ വർഷം നമ്മളൊരു കേക്ക് തയ്യാറാക്കിയായിരുന്നു. അതിന് തികച്ചും വ്യത്യസ്തമായൊരു കേക്കാണ്. അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കേക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ കേക്ക് കുറച്ചുകൂടെ ഹെൽത്തിയാണ്, അറ്റ് ദ സെയിം ടൈം അബ്സല്യൂട്ട്ലി ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതിന് എന്താ പറയുക, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് കൂവരകും വെർജിൻ കോക്കനട്ട് ഓയിലുമാണ്. കൂവരകിൻ്റെ പൊടിയാണിത്. കൂവരക് നമ്മൾ വാങ്ങി അത് കഴുകി ഉണക്കി എടുത്തിട്ട് ചുമ്മാതെ അങ്ങ് പൊടിച്ചാൽ മതി. ഇത് വറുക്കൊന്നും ചെയ്യരുത്, ചുമ്മാതെ പൊടിച്ചെടുത്ത മാവാണ് ഇത്. ഈ മാവ് വെച്ചിട്ടാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് സോഫ്റ്റായിട്ട് വരുമോ? തീർച്ചയായിട്ടും സോഫ്റ്റായിട്ട് വരും. പിന്നെ അത് ആ ഒരു മൈദയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തില്ല, എങ്കിലും വളരെ നല്ലതാണ്. അതിന് ടേസ്റ്റ് ഉണ്ടാവാനുള്ള എല്ലാ സംവിധാനവും ഞാൻ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് തേങ്ങാപ്പാൽ, ഇപ്പോൾ പശുവിൻ പാൽ അധികം ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്. തേങ്ങാപ്പാലുണ്ട്, അതോടൊപ്പം ശർക്കര പാനി, പിന്നെ ചിയാ സീഡ് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്തത്, മുട്ട, ഇത്രയുമാണ്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ഇതൊക്കെ വെർജിൻ കോക്കനട്ട് ഓയിലും ഈ തേങ്ങാപ്പാലും എന്ന് പറയുന്നത് നല്ല രുചി വരും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് വാനില എസൻസ് വേണമെങ്കിൽ ചേർക്കാം. അതല്ലെങ്കിൽ കോഫിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കോഫി ഇത്തിരി അലിയിച്ച് അതിനോടൊപ്പം ചേർക്കാം. ഒരു പ്രയാസവുമില്ല, വളരെ നന്നായിരിക്കും. അപ്പോൾ അങ്ങനെയും കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലെയിനായിട്ട് ഇപ്പോൾ ഉണ്ടാക്കുവാണ്, റാഗി കേക്ക്. അപ്പോൾ ഇത് മുതിർന്നവർക്കും പ്രായമായവർക്കും കഴിക്കാം. ഡയബറ്റിക് പേഷ്യൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കണം. ലേശമൊക്കെ കഴിക്കാം കേട്ടോ, പ്രശ്നമൊന്നുമില്ല. പക്ഷേ മറ്റുള്ള ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവർക്കും വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ അവർക്ക് സ്നാക്ക് രൂപത്തിൽ ഇത് കഴിക്കാം. നേരത്തെ നമ്മൾ കാണിച്ച കസ്റ്റാർഡ് ആപ്പിളിൻ്റെയൊക്കെ ഒരു റെസിപ്പി ഇല്ലേ, ആ കസ്റ്റാർഡ് ആപ്പിളും ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഓട്ടോ ഇമ്മ്യൂൺ ഡയബറ്റിക്സ് അല്ല, പ്രമേഹത്തിനെ ഒന്ന് മാറ്റി നിർത്തണം. ബാക്കി എല്ലാ ഇഷ്യൂസിനും നമുക്ക് കഴിക്കാവുന്ന റെസിപ്പികളാണിത്. കാരണം അബ്സല്യൂട്ട്ലി ഹെൽത്തി. ഇതിനകത്ത് ഗ്ലൂട്ടൻ കണ്ടൻ്റ് ഇല്ല, ഗ്ലൂട്ടൻ ഫ്രീ ആണ്. അതോടൊപ്പം തന്നെയാണ് ഇതിനകത്ത് പഞ്ചസാരയില്ല, റിഫൈനിങ് പ്രോഡക്ട്സേ ഇല്ല. എല്ലാം തന്നെയും അൺറിഫൈൻഡ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാൻ ഒരു പ്രയാസവുമില്ല. അപ്പം ഞാനിവിടെ ഇത് ചേർത്ത് ഇതിൻ്റെ അളവും അതിൻ്റെ ചേരുവകൾ എങ്ങനെ ചേർക്കണമെന്നുള്ളത് നിങ്ങളെ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തയ്യാറാക്കേണ്ട രീതിയും പറഞ്ഞു തരാം. ഞാൻ തയ്യാറാക്കി ഒരെണ്ണം കൊണ്ട് വെച്ചിട്ടുണ്ട്, സമയം കുറവായതുകൊണ്ടാണ് കേട്ടോ, സദയം ക്ഷമിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കുന്നതെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും എത്ര അളവിലാണ് ഇത് വേണ്ടതെന്നും ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഈ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു കപ്പ് ഏകദേശം ഒരു 100 ഗ്രാമിൻ്റെ 100 ml കപ്പാണ്. അപ്പോൾ അതിന് ഒരു 100 ഗ്രാം കൂവരക് പൊടിച്ചത്. ഓക്കെ. അപ്പോൾ ഈ 100 ഗ്രാം കൂവരക് പൊടിച്ചത് എടുക്കുമ്പം നമുക്ക് ഒരു 200 ഗ്രാം ശർക്കരപ്പാനി വേണം. 200 ഗ്രാം ശർക്കരപ്പാനി എന്ന് പറഞ്ഞാൽ വെള്ളം പോലെ ഇരിക്കരുത്, നല്ല കുറുകിയ ശർക്കരപ്പാനി ആയിരിക്കണം. അതോടൊപ്പം ഇതൊരു 50 ml തേങ്ങാപ്പാൽ ചേർക്കാം. മുട്ട 1, വലിയ മുട്ടയായിരിക്കണം, നല്ല ഇത് ചെറിയ നാടൻ മുട്ടയാണ്, ചെറുതായിരുന്നു, അത് ഇച്ചിരി കൂടെ വലിയ മുട്ട എടുക്കാം. പിന്നെ അതുപോലെ ഇത് ഒരു 10 ഗ്രാം ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്തത്. പിന്നെ വെർജിൻ കോക്കനട്ട് ഓയിൽ 100 ml വേണം, 100 ml. ഓക്കെ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്കൊന്ന്, പിന്നെ ഈ റാഗി പൗഡറിനകത്ത് ഞാൻ ഒരു 15 ഗ്രാം സോഡാ പൗഡർ അല്ല, സോഡാക്കാരം നമ്മൾ അപ്പത്തിനിടുന്ന ആ സോഡാ പൗഡർ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. 15 ഗ്രാം. കുറച്ച് പൊങ്ങണമെങ്കിൽ കുറച്ച് സോഡാ പൗഡർ വേണം. അപ്പോൾ അത് ശരീരത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുന്നതല്ല, സമാധാനമായിരിക്കുക. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. ഒഴിക്കാം. കണ്ടോ, ഒഴിക്കുമ്പോൾ അത് നല്ല ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം, വെള്ളം പോലെ ആയി പോകരുത്. മുട്ടയുടെ ഫ്ലേവർ, മണം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ 2 മുട്ടയും ചേർക്കാം, കുഴപ്പമില്ല. എടുത്തത്
ചിയ സീഡ്, തേങ്ങാപ്പാൽ ചേർക്കുന്നു. വെർജിൻ ഓയിൽ 100 ml ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിനൊരു മയം കിട്ടാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം. നിങ്ങൾക്ക് നെയ്യും ഇതിന് ചേർക്കാം കേട്ടോ. വെളിച്ചെണ്ണയല്ല, വെർജിൻ ഓയിൽ ചേർക്കാം. അതിനോടൊപ്പം നെയ്യും ആവാം. ഒരു ഗീ കേക്ക് എന്നൊക്കെ പറയും. നെയ്യുടെ ഒരു ഫ്ലേവറിൽ കേക്ക് കിട്ടും. പിന്നെ നമുക്ക് ഇത് കുറേശ്ശെ ഇട്ട് മിക്സ് ചെയ്യാം. റാഗി പൗഡർ വിത്ത് ഇതിനകത്ത് സോഡ പൗഡർ ചേർത്തിട്ടുണ്ട് കേട്ടോ. ബേക്കിംഗ് പൗഡറല്ല, ഇത് സോഡ പൗഡറാണ്. ബേക്കിംഗ് പൗഡറും ചേർക്കാം, കുഴപ്പമില്ല. ഞാൻ സോഡ പൗഡറാണ് കുറച്ചുകൂടെ ഹെൽത്തി, അതുകൊണ്ട് അതാണ് എടുത്തത്. വെർജിൻ കോക്കനട്ട് ഓയിൽ മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ലേശം വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. മറ്റുള്ള എണ്ണകൾ അധികം വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കണ്ട. ഒലിവ് ഓയിലായാലും തകരാറില്ല. ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിക്കണം. അതൊന്ന് ഓയിൽ ഒഴിച്ചൊന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് ട്രേയിലോട്ട് ഒഴിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ബേക്ക് ചെയ്യാൻ പറ്റിയ ഒരു പാത്രം തന്നെയാണ്. ഇങ്ങനെ തന്നെ എനിക്ക് ബേക്ക് ചെയ്യാൻ പറ്റും. തൽക്കാലം അപ്പോൾ നമ്മൾ ഇത് കേക്ക് മേക്കിംഗ് മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ. ഇത് ചേർത്തിട്ട് ഇത് ഓവന് വെച്ചിട്ട് 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ 25 മുതൽ 30 മിനിറ്റ് വയ്ക്കണം. അത് പ്രീ ഹീറ്റ് ഓവൻ ആയിരിക്കണം. അപ്പോൾ അതല്ലാതെ കുക്കറിനകത്തും ചെയ്യുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അത് കുക്കർ കേക്ക് എന്ന് പറയും. ഇപ്പം ഓവനില്ലാത്ത ആൾക്കാർ കുറവല്ലേ. അപ്പോൾ അതുകൊണ്ട് ഓവനകത്ത് 180 ഡിഗ്രി 30 മിനിറ്റ് വയ്ക്കുക. ഓക്കെ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഫോർക്കോ മറ്റോ വെച്ചിട്ട് കുത്തി നോക്കുക. നന്നായിട്ട് വെന്തതിന് ശേഷം എടുക്കുക. അപ്പോൾ ഞാനിങ്ങനെ തയ്യാറാക്കി വെച്ച കേക്കാണിത്. അപ്പോൾ നേരത്തെ അല്ലെങ്കിൽ അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിത് കണ്ടോ, നിങ്ങൾ ഇങ്ങനെ ഇത് എൻ്റെ നൈഫ് താഴേക്ക് പോകുന്നുണ്ടോ, നല്ല സോഫ്റ്റായിട്ട് പോകുന്നുണ്ട്. നല്ല അടിപൊളി കളറല്ലേ. ചോക്ലേറ്റ് കേക്ക് പോലെ ഇരിക്കുന്നു അല്ലേ. ചോക്ലേറ്റും ഇതിനോടൊപ്പം ചേർക്കാം, നോ ഇഷ്യൂസ്. കുട്ടികൾക്ക് ചോക്ലേറ്റ് ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചോക്ലേറ്റ് ചേർക്കാം. കണ്ടിട്ട് കൊതിയായിട്ടിരിക്കുകയാണ് ഞാൻ. ഇത് കഴിക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇത് തയ്യാറാക്കി വെച്ചിട്ട് കഴിക്കാൻ പറ്റില്ല. കാരണം നിങ്ങളെ കാണിച്ചിട്ട് വേണമല്ലോ ഇത് മുറിക്കാൻ. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ.
നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്ന ഏതൊരു കേക്കിനെയും കിടപിടിക്കുന്ന കേക്ക് തന്നെയാണ് നമ്മളെ റാഗി. എന്താ പറയുക, അതിനകത്ത് ചിയ സീഡ് വരെ ചേർത്തിട്ടുണ്ട്. അബ്സല്യൂട്ട്ലി ഹെൽത്തിയാണ്, എക്സ്ട്രീംലി ടേസ്റ്റിയാണ്, യാതൊരു സംശയവും ഇല്ല. കറക്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നിങ്ങൾ കേട്ട് കുഴഞ്ഞു കാണും. വെർജിൻ കോക്കനട്ട് ഓയിൽ അറിയാമല്ലോ, കുഞ്ഞുങ്ങൾക്ക് തല മുതൽ പാദം വരെ ആവശ്യമായിരുന്നു, അതുപോലെ തന്നെ വലിയ ആൾക്കാർക്കും. അപ്പോൾ നമ്മളിപ്പം ഒരു ബട്ടർ ചേർത്ത് കഴിക്കുന്ന പോലെ അല്ല. ബട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറേ ഇഷ്യൂസ് ഉണ്ട്. ബട്ടർ നല്ലതാണ് ഇല്ല എങ്കിൽ കൂടിയും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സും, അതുപോലെ തന്നെ ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അതിൻ്റെ സ്മോക്കിംഗ് പോയിൻറ്റ് വളരെ കുറവാണ്. പെട്ടെന്ന് തന്നെ അത് അക്രിലമൈഡ് എന്ന് പറയുന്ന ഒരു പോയിസൺ അതിനകത്ത്, പോയിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടോക്സിനാണ്, അത് ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ് ബട്ടർ. അപ്പോൾ നമ്മളിത് നല്ലോണം ബേക്ക് ചെയ്യല്ലേ, നല്ല ഹൈ ഹീറ്റിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവാം, നമ്മൾ അറിയുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കേക്കുകളിലും ബേക്കറി സാധനങ്ങളിലും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് തികച്ചും വളരെ രുചികരവും ആരോഗ്യകരവുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അത് റാഗിയുടെ കാര്യം പറയണ്ടല്ലോ, അത് പവർ ഹൗസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. നിറയെ നാരുകൾ, പ്രോട്ടീൻ, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും പോളിഫിനോൾസും ഫ്ലേവനോയിഡ്സും ഒക്കെ തന്നെ നിറയുണ്ട്. പിന്നെ വൈറ്റമിൻസും മിനറൽസും. അപ്പോൾ അങ്ങനെയുള്ള ആ റാഗി പൗഡർ വെച്ചിട്ട് ഏതൊരു മനുഷ്യനും, ഡയബറ്റിക് പേഷ്യൻസ് മാത്രം ഒന്ന് ശ്രദ്ധിച്ച് കഴിക്കണം. ലേശമൊക്കെ കഴിക്കാൻ കേട്ടോ, പേടിക്കണ്ട. കഴിച്ചിട്ടൊരു ടാബ്ലറ്റും കഴിച്ചാൽ മതി. പിന്നെ നമ്മുടെ ഇതിനകത്ത് അടങ്ങിയ ശർക്കരപ്പാനി, അപ്പോൾ അതിനകത്ത് ഒരു റിഫൈനിങ് പ്രോഡക്റ്റും ഇല്ല. ചിയ സീഡോ അതിനകത്തും വൈറ്റമിൻസും മിനറൽസും അതുപോലെ ഫൈബറും ഒമേഗ 3യും ഒക്കെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെർജിൻ കോക്കനട്ട് ഓയിൽ മോണോസോഡിയം ലോറിക് ആസിഡിൻ്റെ കലവറയാണ്. ശരീരത്തിന് വേണ്ട മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിൻ്റെ കലവറയാണ്. തേങ്ങാപ്പാലും അത് തന്നെയാണ്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇതൊരു സൂപ്പർ ഡിഷ് തന്നെയാണ്, യാതൊരു സംശയമില്ല. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് വീണ്ടും കാണാം.